തുടങ്ങുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചുകൊണ്ടല്ല, പക്ഷെ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ്. അതായത് ഭയങ്കരമായ കാലാവസ്ഥാ വ്യതിയാനം കാരണം ലോകം മുഴുവൻ വലിയ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കണക്കൊരു ജീവിതമല്ല കാലാവസ്ഥ അടിമുടി മാറിയ ശേഷമുള്ള ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം. ജീവിക്കാൻ തന്നെ വളരെ പാടാണ്. മര്യാദയ്ക്ക് ജോലിയൊന്നും ചെയ്യാനോ ഒന്നും ആർക്കും പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇന്ന് നമ്മൾ ലാവിഷായി ഉപയോഗിക്കുന്ന പല റിസോഴ്സസും അന്ന് ഭയങ്കര പഞ്ഞമായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ ജീവിക്കാനായി വളരെയധികം പാടുപെടുന്നു. ഗവൺമെന്റ് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നു. നമ്മളിപ്പോ കാണുന്നത് തായ്ലൻഡിലെ മനുഷ്യരും അതേ ഒരു സ്ഥിതി അനുഭവിക്കുന്ന കാഴ്ചയാണ്. അവിടെ ആവശ്യ വസ്തുക്കൾ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ട്രക്ക് ഓടിക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടോ? അവനാണ് നമ്മുടെ കഥാനായകനായ സിംഗ്. അവൻ ഇപ്പോ ഒരു ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആളൊരു മാർഷൽ ആർട്സ് താരമായിരുന്നു. പക്ഷെ ഇപ്പോ മാർഷൽ ആർട്സും കൊണ്ട് ഈ മാറിയ കാലഘട്ടത്തിൽ ജീവിക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് ട്രക്ക് ഡ്രൈവറായി നിൽക്കുന്നു. ആളുടെ ആഗ്രഹം ഗേൾഫ്രണ്ട് ആയ റിന്നിന്റെ കൂടെ സമാധാനത്തിൽ ജീവിക്കണം. അതിനുവേണ്ട സാഹചര്യം പിഴങ്ങാണ ഉണ്ടാവുമോ, എങ്ങനെയെങ്കിലും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നതൊക്കെയാണ്. റിൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നു. എന്തായാലും അങ്ങനെ സിംഗും അവന്റെ കൂടെ ഒരു സുഹൃത്തും ആ ഒരു ട്രക്കിൽ അങ്ങനെ കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ കൊണ്ടിരിക്കുകയാണ് ഒരു സിറ്റിയിലേക്ക്. അവിടെ എത്തുമ്പോഴേക്കും വളരെ പാഴടഞ്ഞു കിടക്കാണ്. ഈ ഒരു ഇടം മാത്രമല്ല, മുന്നേ ഞാൻ പറഞ്ഞ ആ ഒരു കാലാവസ്ഥ മാറ്റത്തിന് ശേഷം ആളുകളുടെ ലൈഫ് താറുമാറായില്ല. അതുകൊണ്ട് ഒട്ടുമിക്ക ഇടങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ ദുരിതപൂർണമായ ജീവിതമാണ് എല്ലാവർക്കും. അവിടെ എത്തുമ്പോൾ ഒരു കൂട്ടം ആളുകൾ മറ്റൊരു വണ്ടിയിലെത്തി ഈ ട്രക്കിനെ വളയുന്നുണ്ട്. ഇവരുടെ കയ്യിലുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുക എന്നതാണ് ആ ആളുകളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കൊള്ളയടിയൊക്കെ വളരെയധികം വർദ്ധിക്കും. മറ്റുള്ളവരുടെ കൈവശമുള്ളതൊക്കെ പിടിച്ചു പറിക്കാനായി ആളുകൾക്ക് ഒരു പ്രത്യേക ത്വരയാണ്. എന്തായാലും അങ്ങനെ ഇവർ സിംഗിനെയും കൂട്ടാളിയെയും അടിച്ചിട്ട് ആ വണ്ടി കൊള്ളയടിക്കാനായി ഒരു ശ്രമം നടത്തുമ്പോഴേക്കും സിംഗ് ഞാൻ പറഞ്ഞ കണക്കൊരു മാർഷൽ ആർട്സ് താരമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ച കാര്യം നടന്നില്ല എന്ന് മാത്രമല്ല, അവന്റെ കൈയുടെ ചൂടറിഞ്ഞാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും പാവപ്പെട്ടവരൊക്കെ തന്നെ ഭയങ്കരമായി പട്ടിണിയും പരിവട്ടമായി നടക്കുന്ന ആ ഒരു സമയമാണല്ലോ. നമ്മുടെ സിംഗിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ട്രക്കിൽ ഉണ്ടായിരുന്ന ഭക്ഷണമൊക്കെ തന്നെ ഇവർക്ക് കൊണ്ടു കൊടുക്കേണ്ട സ്ഥലത്ത് സിംഗ് കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. ഈ ഒരു സമയം സിംഗിന്റെ കൂടെയുള്ള ആൾ നേരെ ആ ഒരു ഭക്ഷണമെല്ലാം അവിടെ ഇവരെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ വസു എന്ന ആളുടെ സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നുണ്ട്. അയാളത് പരിശോധിക്കുമ്പോൾ ഒരു ബോക്സ് മാത്രം കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുണ്ട്. അത് മറ്റേ ആളുകൾ ഇത് തട്ടിയെടുക്കാൻ വന്ന സമയത്ത് സംഭവിച്ചതാണ്. അതിന്റെ പേരിൽ എന്തായാലും നിന്റെയൊക്കെ ശമ്പളത്തിൽ നിന്ന് ഇതിന്റെ ഡാമേജ് ഞാൻ കട്ട് ചെയ്യുമെന്നും പറഞ്ഞു ആ ഡാമേജ് ആയ ബോക്സ് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് ബാക്കി ബോക്സ് അയാൾ കൊണ്ടുപോകുന്നു. അങ്ങനെ ആ ഡാമേജ് ബോക്സുമായി എത്തുന്ന സിംഗിന്റെ ഫ്രണ്ട് അതിനകത്ത് എന്താ ഉള്ളതെന്ന് തുറന്നു നോക്കുമ്പോൾ എന്തൊക്കെയോ മീനൊക്കെയാണ്. എന്തായാലും അയാൾ ശമ്പളത്തിൽ നിന്ന് പിടിച്ച സ്ഥിതിക്ക് ഇനി മീനെങ്കിലും കിട്ടിയല്ലോ, ഇത് നമുക്ക് പങ്കിട്ടെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് സിംഗിന് നൽകുന്നു. ഒരു മീനിന് വേണ്ടിയാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതെന്നെല്ലാം സിംഗ് അത് കണ്ട് ചോദിക്കുമ്പോഴേക്കും എന്ത് ചെയ്യാനാ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഭൂമി ആകെ മാറിപ്പോയി. നമ്മൾ മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ ഒക്കെ എത്ര വർഷങ്ങളായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഒരു സമയത്ത് ഇതെങ്കിലും കിട്ടുന്നത് വലിയ കാര്യമില്ലേ എന്ന് പറഞ്ഞ് അയാൾ കിട്ടിയതിലും ഒരു പങ്ക് സിംഗിനും കൊടുക്കുന്നു. അങ്ങനെ സിംഗ് അതുമായി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും മുന്നേ സിംഗ് ഒക്കെ ഡെലിവറി ചെയ്തതിൽ ഈ ഒരു ഡാമേജ് ആയ ബോക്സ് അല്ലാതെ മറ്റു ബോക്സുകൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മിസ്റ്റർ വസു എന്ന ആ ഒരു പണക്കാരന്റെ സ്റ്റാഫ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അയാൾ അത് വെച്ച് നല്ലൊരു മീൽ ഉണ്ടാക്കി മിസ്റ്റർ വസുവിന്റെ പരിചയക്കാരായ കുറച്ച് പണക്കാർക്ക് മിസ്റ്റർ വസുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു ട്രീറ്റ് നൽകുന്നു. പക്ഷെ ആ ഒരു സമയം പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ പട്ടിണിയും പരിവട്ടവും മാറ്റാനായി പാവപ്പെട്ടവരെ സഹായിക്കാനായി മിസ്റ്റർ വസു തയ്യാറാക്കുന്ന ഒരു അത്ഭുത മീനാണിത്. ഈ മീൻ കഴിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും മാറുന്ന അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് മറ്റ് കൃഷിയും കാര്യങ്ങളും ഒന്നും നടക്കില്ല. ഈ ഒരു മീൻ കൃഷി അദ്ദേഹം കണ്ടെത്തിയ വഴിയാണെന്ന് പറഞ്ഞ് അവരോട് അത് ടേസ്റ്റ് ചെയ്യാനായി പറയുന്നു. കൂട്ടത്തിൽ ഇയാളും കഴിക്കുന്നുണ്ട്. പക്ഷെ കഴിച്ച ഉടനെ തന്നെ ഇയാൾക്ക് ആകെ മൊത്തത്തിൽ വയ്യാഴിക വരുന്നു. വായിന്ന് രക്തം തുപ്പി അയാൾ പെട്ടെന്ന് ബോധരഹിതനായി താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് അയാളെ പോലെ തന്നെ ഈ മീൻ കഴിച്ചുകൊണ്ടിരുന്നവരെല്ലാം പെട്ടെന്ന് പാനിക് ആവുന്നുണ്ട്. എന്താ പറ്റിയതെന്ന് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ സിംഗ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവന്റെ ഗേൾഫ്രണ്ടായ റിങ് അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവർ ഒന്നിച്ചാണ് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവനിപ്പോ കറക്റ്റായി എന്ത് ജോലിക്ക് പോയിട്ട് വന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾ അവനെ വഴക്ക് പറയുന്നുണ്ട്. ഇത് എന്ത് റിസ്ക് ആണെന്ന് നിനക്ക് അറിയാവുന്നല്ലേ, ഈ ഒരു സമയത്ത് ഇതുപോലെ ഫുഡും ഒക്കെ ആയി ട്രക്കിൽ പോകുന്നത് ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂട്ടും. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ നീ എന്താ കേൾക്കാത്തെന്നൊക്കെ ചോദിച്ച് റിൻ വഴക്ക് പറയുന്നുണ്ട്. ഈ ഒരേ ഒരു തവണയും കൂടി പോയതല്ലേ, അത് കാര്യമൊക്കെ ഉണ്ടെന്നെല്ലാം സിംഗ് പറയുമ്പോ ഇതാ എല്ലാ തവണയും നീ പറയുന്നു, എന്നിട്ട് നീ ഞാൻ ഇതിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞാൽ അതെന്താ കേൾക്കാത്ത, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നൊക്കെ റിൻ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ചുമ്മാ തലയാട്ടി കേൾക്കുന്നേ ഉള്ളൂ സിംഗ്. അവൻ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടാണ് അന്ന് അവളുടെ ജോലിക്ക് പോകുന്നത്. റിൻ താമസ സ്ഥലത്തിന് പുറത്ത് ഇറങ്ങുമ്പോഴേ അവളെ ഒരു വണ്ടി പിക്ക് ചെയ്യാനായി വരുന്നുണ്ട്. ആ വണ്ടിയിൽ കയറി റിൻ പോകുമ്പോ അകത്ത് മറ്റൊരു ലേഡിയും ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ മുഖം മാടിയിരിക്കുന്നത് കണ്ട് സിംഗുമായി അവളെന്തോ സൗന്ദര്യപ്പിണക്കത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ആ ലേഡി അതിനെപ്പറ്റി ചോദിക്കുമ്പോഴേക്കും ഞാൻ എത്ര പറഞ്ഞാലും അവൻ കേൾക്കുന്നില്ല, ഇത് വളരെ റിസ്ക് ഉള്ള ഒരു ജോലിയല്ലേ അവൻ ഈ ചെയ്യുന്നത്, നിർത്താൻ പറഞ്ഞ അവനെന്താ നിർത്താത്തെന്നൊക്കെ പറഞ്ഞ് അവന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ തനിക്ക് ആരാ ഉള്ളതെന്നെല്ലാം റിന്നിന് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ റിൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. മുന്നേ കണ്ട ആ ഒരു ലേഡി അവിടെ നേഴ്സായി വർക്ക് ചെയ്യാണ്. അവരുടെ മകനും അമ്മ ഇപ്പൊ അവിടെ ജോലിക്ക് വന്നുകൊണ്ട് തന്നെ അവിടെ കറങ്ങി അടിച്ച് ചുമ്മാ നടപ്പുണ്ട്. റിൻ അങ്ങനെ ഓരോ പേഷ്യൻസിനെ ഒക്കെ നോക്കിയ ശേഷം മറ്റൊരു പേഷ്യന്റിന് ഒരു പ്രൊസീജിയർ ചെയ്യാനായി പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് റിന്നിന്റെ സീനിയർ ഡോക്ടർ വന്ന് ഇപ്പൊ ആ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ട, വേഗം 10th ഫ്ലോറിലേക്ക് വാ, അവിടെ ഒരു പേഷ്യന്റിനെ നോക്കാനുണ്ടെന്ന് പറയുന്നു. അല്ല ഡോക്ടർ, ഞാനിവിടെ ഒരു പേഷ്യന്റിനെ
നോക്കായിരുന്നു എന്ന് റിൻ പറയുന്നുണ്ട്. അതിനുശേഷം വന്നാൽ പോരെന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ പോരാ, ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേഷ്യന്റ് ആണ് മുകളിലുള്ളത്, വേഗം വന്ന് പറഞ്ഞ് റിന്നിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ നമ്മൾ കാണുന്നത് തായ്ലൻഡിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പണക്കാരനായ ആ വസു എന്ന ആളിനെയാണ്. അയാളുടെ വൈഫ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഇതേ ടീം ഇതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഇയാളുടെ മറ്റേ സ്റ്റാഫ് മുന്നേ ഒരു മത്സ്യം കഴിച്ച ശേഷം വയ്യാണ്ടായിരുന്നല്ലോ, അയാളെ കൊണ്ടുവന്നതും വളരെ വയലന്റ് ആയി പെരുമാറുന്ന അയാളെ ചില ഡോക്ടേഴ്സ് ഒക്കെ മയക്കാനായി ശ്രമിക്കുന്നതും നമുക്ക് കാണാം. എന്തായാലും വസു ഈ ഡോക്ടേഴ്സിനെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ആളുടെ വൈഫിന്റെ ആരോഗ്യാവസ്ഥയെ പറ്റി സംസാരിക്കാനാണ്. ആക്ച്വലി ഇവർ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തന്നെ ഈ കിടന്ന കിടപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വസു ഡോക്ടേഴ്സിനോട് ആവശ്യപ്പെടുന്നത് അയാൾ സ്വന്തമായി വളർത്തിയെടുക്കുന്ന മീനുകൾ ഉണ്ടല്ലോ, അത് വെച്ചുണ്ടാക്കിയ ഒരു ഫുഡ് തന്റെ വൈഫിനൊന്ന് കൊടുത്തു നോക്കാം, ഒരുപക്ഷെ വൈഫിന്റെ അസുഖം മാറാനായി സാധ്യതയുണ്ടെന്നൊക്കെ അയാൾ സ്വയം ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ഒരു ആധികാരികത ഇത് കേൾക്കുന്ന റിൻ ചോദ്യം ചെയ്യുന്നുണ്ട്. മീൻ കൊടുത്താല് വൈഫിന്റെ അസുഖം മാറുന്ന എന്ത് ഗ്യാരണ്ടി ഉള്ളത്? ഈ വയ്യാത്ത അവസ്ഥയിൽ അവരുടെ ശരീരത്തേക്ക് ആവശ്യമില്ലാത്തൊന്നും ചെല്ലാൻ പാടില്ല, ഈ മീനൊന്നും കൊടുക്കാൻ പാടില്ല എന്നല്ല റിൻ പറയുമ്പോൾ എന്തുകൊണ്ട് പാടില്ല? ലോകം മുഴുവൻ പട്ടിണിയും പരിവട്ടമായി നടക്കുമ്പോൾ ഈ തായ്ലൻഡിലെ ആളുകൾക്ക് വിശപ്പകറ്റാനായി ഞാൻ ഉണ്ടാക്കുന്ന ഈ മത്സ്യത്തെയാണ് ഞാൻ എല്ലായിടത്തും എത്തിക്കാറുള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് അത് എന്റെ വൈഫിനെ കൊടുത്താൽ കുഴപ്പമൊന്നെല്ലാം അയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവരും പണക്കാരുമായ ഒരുപാട് പേർക്ക് ഇവിടെ വിശപ്പ് മാറ്റാനായി സഹായിക്കുന്ന ഞാൻ വളർത്തിയെടുക്കുന്ന എന്റെ മീനുകൾ എന്റെ ഭാര്യയുടെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നൊക്കെ വസു അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടീം വസുവിന്റെ ആ സ്റ്റാഫ് ആകെപ്പാടെ വയ്യാത്ത അവസ്ഥയിലാണല്ലോ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. വയലന്റ് ആയി പെരുമാറുന്ന അയാളെ ഒന്ന് ശാന്തനാക്കാനായി ഡോക്ടേഴ്സ് കുറച്ചുപേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾക്ക് തീരെ അനക്കം ഇല്ലാണ്ടാവുന്നു, പൾസും ഇല്ല, ഹാർട്ട് ബീറ്റും ഇല്ല. അയാൾ മരിച്ചെന്ന് ഉറപ്പുവരുത്തുന്നവർ പതിയെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ഒരു നഴ്സ് മാത്രം ഈ ഡെഡ് ബോഡിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ആക്ച്വലി ഇവർ കരുതിയത് കണക്ക് അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഇപ്പോ ഒരു സോംബിയായി മാറി ആ നഴ്സിനെ ആക്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതേ ടീം തന്റെ സീനിയർ ഡോക്ടറിനോട് വസു പറയുന്ന കണക്ക് അയാളുടെ വൈഫിന് അയാളുടെ ഫാമില് വികസിപ്പിച്ചെടുക്കുന്ന ആ മീൻ കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല എന്നല്ല റിൻ സംസാരിച്ചുകൊണ്ട് വരുമ്പോ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? എത്രയോ പേരുടെ വിശപ്പ് മാറ്റാനായിട്ട് ആള് തയ്യാറാക്കുന്നതാണ് ആ മത്സ്യം. അത് വയ്യാതെ കിടക്കുന്ന തന്റെ ഭാര്യയ്ക്കൊന്ന് കൊടുക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതല്ലേ ശരി, അതിന് റിസൾട്ട് കാണോ ഇല്ലയോ നമ്മൾ ചിന്തിക്കേണ്ട, മറിച്ച് എത്രയോ പേരുടെ വിശപ്പ് മാറ്റുന്ന അയാള് ഭാര്യയ്ക്ക് അത് നൽകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിക്ക് കണ്ടെങ്കിലും അതിനെ എതിർക്കേണ്ട കാര്യമില്ല എന്നെല്ലാം ആ ഒരു ഡോക്ടർ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് അവിടെ ആകെപ്പാടെ പ്രശ്നം നടക്കുന്നവർ കാണുന്നത്. വസുവിന്റെ ആ സ്റ്റാഫും പിന്നീട് അയാൾ കടിച്ച ആ നേഴ്സും ഒക്കെ അവിടെ സോംബിയായി മാറി ആളുകളെ ആക്രമിക്കുന്നു. ഇത് കണ്ട് റിൻ ആകെപ്പാടെ പേടിച്ചു പോകുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ സംഭവം പൊതുജനങ്ങൾ അറിയുന്നു. റേഡിയോയിലൊക്കെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞ് അവിടെ വളരെ വലിയൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്, ആരും ആ ഹോസ്പിറ്റലിലേക്ക് പോകരുത് എന്ന രീതിക്ക് മെസ്സേജസ് പാസ്സാവുന്നു. ഇത് റേഡിയോ വഴി സിംഗ് കേൾക്കുമ്പോൾ അവൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം റിൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണത്, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ ആകെ പ്രശ്നത്തിലാവില്ല. അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും വേറെയും കുറെ ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുടെയും ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്ന പേഷ്യൻസിന്റെ ഒക്കെ വേണ്ടപ്പെട്ടവരാണ്. അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ടെൻഷനിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ അവരെ ആരെയും ഹോസ്പിറ്റലിനകത്തേക്ക് കടത്തിവിടാതെ ഒരു കൂട്ടം സൈനികരും അവിടെ വളഞ്ഞു നിൽപ്പുണ്ട്. പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു നേഴ്സും സോംബിയായി മാറി താഴേക്ക് വീഴുന്നുണ്ട്. ആ നേഴ്സ് താഴേക്ക് വീണ ശരീരമാസകലം ചെറിയ അവസ്ഥയിലാണെങ്കിലും അപ്പൊ പോലും സോംബിയായി അവിടെയുള്ളവരെ ആക്രമിക്കാനായി നോക്കുന്നു. തടയാനായി ചെല്ലുന്ന ഒരു സൈനികന് കടിയേൽക്കുന്നു. ആ സൈനികൻ ആ നേഴ്സിനെ അപ്പൊ തന്നെ തലയ്ക്ക് വെടിവെച്ച് കൊന്നെങ്കിലും കടിയേറ്റ ആ സൈനികനും ഞൊടിയിടയിൽ ഒരു സോംബിയായി മാറി മറ്റുള്ളവരെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ അവിടെ പ്രശ്നം നടക്കുമ്പോഴേക്കും ബാക്കിയുണ്ടായിരുന്ന സൈനികർ ആളുകളെ തുരത്താനായി ചറപറ വെടിവെക്കുന്നു. കുറച്ച് ആളുകൾ ചിതറി ഓടുന്നുണ്ടെങ്കിലും കുറച്ചുപേർ നേരെ ഹോസ്പിറ്റലിനകത്തേക്ക് തന്നെയാണ് ഓടി ചെല്ലുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ സിംഗും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും റിന്നകട്ടെ ആ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനകത്ത് തന്നെയാണുള്ളത്. അകത്താകെ സോംബികളുടെ പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഒരു റൂമിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. കൂടെ അവളുടെ സീനിയർ ഡോക്ടറുണ്ട്. സീനിയർ ഡോക്ടർ ആകെപ്പാടെ പേടിച്ചരണ്ടിരിക്കുകയാണ്. റിന്ന ആ ഡോക്ടറെ സമാധാനിപ്പിച്ച് ഡോക്ടർ ഇവിടെ സേഫ് ആയിട്ടിരിക്കുക, ഞാൻ എവിടെയെങ്കിലും സഹായം കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പതിയെ റൂമിന് പുറത്തേക്ക് ഇറങ്ങാനായി തുടങ്ങുമ്പോഴേക്കും ആ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ റിന്നിന്റെ കൂടെ ഉണ്ടായിരുന്ന അവളോട് ഇത്രയും നേരം നോർമലായി സംസാരിച്ചിരുന്ന ആ ഒരു സീനിയർ ഡോക്ടർ പോലും സോംബിയായി ആ സമയം മാറാണ്. കാരണം ഓൾറെഡി അയാൾക്ക് കടിയേറ്റിരുന്നു. പക്ഷേ അത് മറച്ചു വെച്ചാണ് റിന്നിന്റെ കൂടെ ഉണ്ടായിരുന്നത്. റിന്നകട്ടെ തലനാടിരക്കാണ് അയാളെ ഒരുവിധം കൊലപ്പെടുത്തി രക്ഷപ്പെടുന്നത്. അങ്ങനെ പതിയെ ഉണ്ടായിരുന്ന ഒരു റൂമിന് പുറത്തേക്ക് റിൻ ഇറങ്ങുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മൈക്ക് വഴി സിംഗ് സംസാരിക്കുന്ന അവൾ കേൾക്കുന്നത്. റിൻ ഇവിടെ എവിടെയാണുള്ളതെന്ന് അറിയാനേ അവിടുത്തെ ആ ഒരു അനൗൺസ്മെന്റ് സിസ്റ്റം വഴി അവൻ സംസാരിക്കാണ്. അവൾ ഇത് കേട്ട് എടാ നീ ഇവിടെ ഉണ്ടോ, നീ ഇത് എപ്പോ ഒന്നും ചോദിച്ചു അവനോട് സംസാരിക്കാനേ ഒരുങ്ങുമ്പോഴേക്കും അവിടെ പവർ കട്ടാവുന്നുണ്ട്. തുടർന്ന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും അപ്പോഴേക്കും റിന്ന് നുറക്ക് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്ന സിംഗുള്ള സ്ഥലത്തേക്ക് സോംബികൾ എത്തുന്നുണ്ട്. അവൻ ഓരോരുത്തരെയും അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് റിന്നിനെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ അവൻ മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു കൊച്ചുകുട്ടി നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാം. ആ കൊച്ചുകുട്ടി മറ്റാരും അല്ല, ബസ്സിൽ മുന്നേ റിൻ സംസാരിച്ച ആ ചെറിയ പയ്യനില്ല അവനാണ്. അവൻ ഈ പ്രശ്നങ്ങൾ നടന്ന ഭാഗം ഒറ്റപ്പെട്ടു പോയിരുന്നു. അവനെ ആക്രമിക്കാൻ വരുന്ന സോംബികളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനായി അവൻ ശ്രമിക്കുകയാണ്. അവൻ ഒടുക്കും ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോകുന്നുണ്ട്. അവിടെ ഒരു സോംബി അവനെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോഴേക്കും ശബ്ദം കേട്ട് അങ്ങോട്ടെത്തിയ സിംഗ് ആണ് ആ സോംബി ആക്രമിച്ചവനെ രക്ഷപ്പെടുത്തുന്നത്. ഈ സമയം ആ പയ്യൻ സിംഗിനോട് പറയുന്നുണ്ട് സോംബികളെ തിരിച്ചാക്രമിക്കുമ്പോൾ അവരുടെ തലയെ അറ്റാക്ക് ചെയ്യണം. കാരണം സോംബി വൈറസ് തലച്ചോറിനെ ബാധിച്ചാണ് ആളുകൾ ഇതുപോലെ പെരുമാറാനായി തുടങ്ങുന്നത്. അതുകൊണ്ട് തലച്ചോറിനെ ഡാമേജ് ചെയ്താലേ അവരെ കീഴ്പ്പെടുത്താൻ
സാധിക്കുന്ന ആ പയ്യൻ പറഞ്ഞു കൊടുത്തത് പ്രകാരം പിന്നീടുള്ള സോംബികളെ ഒക്കെ തന്നെ തല എയിം ചെയ്താണ് സിംഗ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് ആ ഒരു പയ്യന്റെ ശ്രദ്ധ പാളുമ്പോഴേക്കും ഒരു വൃദ്ധന്റെ സോംബി എത്തി ആ പയ്യന്റെ കാലിൽ തന്നെ കടിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ പയ്യൻ പേടിച്ച് നിലവിളിക്കുമ്പോഴേക്കും ശബ്ദം കേട്ടെത്തുന്ന സിംഗ് ആ ഒരു സോംബിയെ കൊല്ലുന്നുണ്ടെങ്കിലും പിന്നീട് പരിശോധിക്കുമ്പോഴാണ് ആ പയ്യൻ പേടിച്ച് കണക്കവൻ ഇനി ഒരു സോംബിയായി മാറുമെന്നില്ല. കാരണം കടിച്ച ആ സോംബി ആക്ച്വലി അതിന്റെ വെപ്പുകല്ല് കൊണ്ടാണ് കടിച്ചത്. അതൊരു അപ്പൂപ്പന്റെ സോംബി ആയിരുന്നു. പല്ലൊന്നും അതിനുണ്ടായിരുന്നില്ല. ഈ വെപ്പുകല്ലിട്ട് കടിച്ചത് കൊണ്ട് തന്നെ സോംബി വൈറസ് ഒന്നും ആ വെപ്പുകല്ല് വഴി ആ ഒരു കടിച്ച മുറിവിലേക്ക് പടരില്ല. അതുകൊണ്ട് തന്നെ ആ പയ്യന് പേടിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ രണ്ടുപേർക്കും സമാധാനം ആവുന്നുണ്ട്. ആ പയ്യനായിട്ട് അങ്കിൾ എന്റെ അമ്മ 3rd ഫ്ലോറിലുണ്ട്, പ്ലീസ് എന്റെ അമ്മ ഒന്ന് കണ്ടെത്താനായി സഹായിക്കുമോ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നത് എന്റെ ഗേൾ ഫ്രണ്ട് റിന്നിനെ അന്വേഷിച്ചാണ്, അവളെ കണ്ടെത്തുക എന്നതാണ് എന്റെ പ്രയോറിറ്റി എന്ന് സിംഗ് പറയുമ്പോഴേക്കും റിൻ ആന്റി എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് ആന്റിയെ നന്നായിട്ട് അറിയാവുന്ന, അതുകൊണ്ട് എന്റെ അമ്മയെ കണ്ടെത്താനായി സഹായിച്ചാൽ ഞാനും അങ്കിളിനെ സഹായിക്കാന്ന് അവൻ മറുപടി പറയുന്നു. അപ്പോഴേക്കും അകത്തിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അകത്തുനിന്ന് സോംബിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ആരെങ്കിലും പുറത്തെത്തിയാലും അവർക്ക് രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം പുറത്ത് തമ്പടിച്ചിരിക്കുന്ന സൈനികർ അകത്തുനിന്ന് എത്തുന്നവരെ അവർ സോംബി ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാതെ തന്നെ നിഷ്കരണം കൊന്നുതള്ളാണ്. ആ കൂട്ടത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി പോലും സോംബി അല്ലാഞ്ഞിട്ട് പോലും വെളിയിലുണ്ടായിരുന്ന സൈനികരുടെ വെടിയേറ്റ് മരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അവിടുത്തെ സൈനിക മേധാവി മറ്റു ചില ഒഫീഷ്യൽസുമായി സംസാരിക്കുകയാണ്. അവിടെ ആ ഒരു ഹോസ്പിറ്റലിലാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനകത്ത് കുടുങ്ങി കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനായി ഒരു ടീമിനെ അയക്കണം എന്ന രീതിക്ക് ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ വേണ്ട, അത് റിസ്ക് ആണ്. ഹോസ്പിറ്റലിന് അകത്തേക്ക് ഇനി നമ്മൾ ആളുകളെ വിട്ടാൽ അവർ സർവൈവ് ചെയ്യുമോ എന്ന് പോലും നമുക്കറിയില്ല. വെറുതെ എന്തിനാ ബാക്കിയുള്ളവരുടെ കൂടി ലൈഫ് നഷ്ടമാക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഫോഴ്സ് ചെയ്യുന്ന ആളുകളൊപ്പം നമുക്ക് കുറേയല്ലേ ചെയ്യുന്നതെന്ന് പറയുന്ന സൈനിക മേധാവി എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ഉള്ള ആളുകളുടെ ജീവൻ ഇനി നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമില്ല, ആ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ നമുക്ക് ഇങ്ങ് തകർത്താലോ, സോംബികളും സോംബികളല്ലാത്തവരും മരിക്കട്ടെ, അതിന്റെ കണക്കൊന്നും നമ്മൾ നോക്കണ്ട, നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ മൊത്തത്തിൽ ഇപ്പൊ തകർത്താലേ ഹോസ്പിറ്റലിന് വെളിയിലുള്ളവരുടെ ലൈഫെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്ന ആ സൈനിക മേധാവി അതാണ് അടുത്തതായി താൻ ചെയ്യാൻ പോകുന്നത് എന്ന രീതിക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഒരു ഭാഗത്ത് സിംഗിനെ കണ്ടെത്താനായി റിൻ നേരെ CCTV ഒക്കെയുള്ള റൂമിന്റെ അവിടേക്ക് അന്വേഷിച്ച് ചെല്ലുന്നുണ്ട്. പക്ഷെ ആ ഒരു റൂം ലോക്ക് ചെയ്ത നിലയിലാണ്. റൂമിന്റെ താക്കോലുള്ള സ്റ്റാഫ് റൂമിന്റെ പുറത്തായി മരിച്ചു കിടക്കുന്നത് കാണുന്നവൾ ആ ഒരു താക്കോൽ അയാളുടെ ബോഡിയിൽ നിന്ന് എടുക്കാനായി പോകുമ്പോഴേക്കും അയാൾ ഒരു സോംബിയായി മാറി റിന്നിനെ അറ്റാക്ക് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും റിൻ ഒരുവിധം രക്ഷപ്പെട്ട് താക്കോലും കൈക്കലാക്കി ആ റൂമിനകത്ത് കയറി കഥ അടയ്ക്കുന്നു. CCTV-യിലൂടെ നോക്കുന്നവൾക്ക് സിംഗിനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ഈ ഹോസ്പിറ്റൽ ബിൽഡിംഗ് മുഴുവൻ പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം എല്ലാ ഫ്ലോറിലെയും പല വിഷ്വൽസും അവൾക്ക് അവിടെ കാണാം. ഇതേ ടീം ആ കുട്ടിപ്പയ്യനും സിംഗും കൂടി റിന്നിനെ അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. കുട്ടിപ്പയ്യനെ അവന്റെ അമ്മയെ കണ്ടുപിടിക്കണം, സിംഗിന് റിന്നിനെ കണ്ടുപിടിക്കണം. ഇങ്ങനെ പോകുന്ന ടീം അവർ പല ടൈപ്പ് സോംബികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാവരെയും ഒരുവിധം നേരിട്ട് അവരങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ പയ്യൻ ആഗ്രഹിച്ച കണക്ക് തന്നെ അവന്റെ അമ്മയെ കണ്ടെത്താനായി അവർക്ക് സാധിക്കുന്നുണ്ട്. വേഗം തന്നെ പയ്യൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വാ അമ്മ നമുക്ക് പോകാന്ന് പറയുമ്പോൾ അമ്മ ചെല്ലാനായി കൂട്ടാക്കുന്നില്ല. മോനി അങ്ങളുടെ കൂടെ രക്ഷപ്പെട്ടു പൊക്കോ, അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് അവനെ അകറ്റാനായി നോക്കുന്നു. അവനൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ആ സമയം സിംഗ് കാണുന്നുണ്ട് ആ പയ്യന്റെ അമ്മ ആക്ച്വലി സോംബിയുടെ കടിയേറ്റ് ഇൻഫെക്റ്റഡ് ആയിരിക്കാണ്. ഏത് സമയവും അവർ സോംബി മാറുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവർ മകനെ സേഫ് ആക്കാനായി പറഞ്ഞുവിടാൻ നോക്കുന്നതെന്ന്. പയ്യനൊന്നും മനസ്സിലാവില്ല. അവനോട് പറഞ്ഞു കൊടുത്താലും അവൻ വരാൻ കൂട്ടാക്കില്ല എന്നറിയാവുന്ന സിംഗ് ആയിട്ട് അവനെ ബലമായി അമ്മയുടെ അടുത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ആ അമ്മ അവിടെ സോംബിയായി മാറുന്നതും നമുക്ക് കാണാം. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും റിൻ നേരെ ആ വസുവും അയാളുടെ വൈഫും ഉള്ള ആ ഒരു ഫ്ലോറിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ആക്ച്വലി ഇതുവരെ ഒരു സോംബികളുടെയും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരുവിധം അവിടേക്ക് എത്തി അവരുടെ കൂടെ സേഫ് ആയ മുറിയിൽ റിൻ ഇരിക്കാണ്. അവളാകട്ടെ വന്നപ്പോഴേക്കും താഴെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ വസു റിൻ ഇൻഫെക്റ്റഡ് അല്ലാന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവളെ അകത്തേക്ക് കയറ്റിയത്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞ് അയാൾ സങ്കടപ്പെടുന്നുണ്ട്. അതേ സമയം തന്നെ താൻ എത്രയോ മനുഷ്യരുടെ വിശപ്പകറ്റിയ ഒരാളാണ്, എന്നിട്ട് തന്റെ വൈഫിന് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ പുലമ്പുമ്പോൾ ആ സൈനിക മേധാവി ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ ബോംബിട്ട് തകർക്കാനായി പ്ലാൻ ചെയ്തിരുന്നല്ലോ. പക്ഷെ അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് വസുവും അയാളുടെ വൈഫും ഉള്ളത്. വസു ആ നാട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പണക്കാരനാണെന്ന കാര്യമൊക്കെ സൈനിക മേധാവി ഇപ്പൊ അറിയുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഹോസ്പിറ്റലിലുള്ളപ്പോ അതിനി താൻ പ്ലാൻ ചെയ്ത കണക്ക് ബോംബിട്ട് തകർക്കുക പോസിബിൾ അല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും വസു ആകട്ടെ ഒരു ഡോക്ടർ എന്ന രീതിയിൽ റിന്നിനോട് ഈ ഒരു സാഹചര്യത്തെയൊക്കെ മറികടന്നിട്ട് സഹായം ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആളുടെ വൈഫിന് വേണ്ടി അവരുടെ രക്തം മാറ്റി നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രശ്നം നടക്കുന്ന ആ ഒരു സമയത്ത് പോലും അത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ആ ഒരു പ്രൊസീജിയർ ചെയ്യണം. ഓൾറെഡി കൊടുത്തിരുന്ന ബ്ലഡിന്റെ ആ ഒരു പാക്കറ്റ് എംപ്റ്റി ആവാറായി. അടുത്ത പാക്കറ്റ് ഉടനെ റീഫില്ല് ചെയ്യണമെന്ന് വസു ആവശ്യപ്പെടുമ്പോൾ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഏതൊരു സാഹചര്യത്തിലും പേഷ്യന്റിന്റെ ആരോഗ്യം തന്റെ കടമയാണെന്ന് ഓർക്കുന്ന അറിയുന്നതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ബ്ലഡ് ബാങ്കിന്റെ അവിടേക്ക് വസുവിന്റെ വൈഫിന് വേണ്ട രക്തം എടുക്കാനായി റിൻ പോകുന്ന ഇതേ ടീം തന്നെ വസുവിനെയും വൈഫിനെയും അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനായി സൈനിക മേധാവി ഒരു ടീമിനെ അയക്കുന്നുണ്ട്. ഒരു നിശ്ചിത സമയമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. അതിനോടകം ഇവാക്യുവേറ്റ് ചെയ്ത് ഇവർ പുറത്തിറങ്ങിയില്ലെങ്കിൽ എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിൽ ബോംബ് വെച്ച് തകർക്കും. അപ്പൊ പിന്നെ ഇവരുടെ ജീവനം തനിക്കൊരു ഗ്യാരണ്ടി ഇല്ലെന്ന് സൈനിക മേധാവി പറഞ്ഞു വിട്ടിരുന്നു. അങ്ങനെ വേഗം തന്നെ അവരിവിടെ എത്തി ഇവാക്യുവേറ്റ് ചെയ്യാനായുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴേക്കും കുറുകെ വരുന്ന സോംബികളെ ഒക്കെ തന്നെ കൂടെയുള്ള സൈനികർ വെടിവെച്ചിട്ട് വസുവിനെ വൈഫിനെ സേഫ് ആക്കി മുന്നോട്ട് പോവാണ്. അപ്പോഴേക്കും ബ്ലഡ് ബാങ്ക് അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്ന റിൻ സോംബികളുടെ കൈയിൽ പെടുന്നതിന് തലനാടിരക്കാണ് സിംഗ് അവളെ കാണുന്നതും അവൻ ആ സോംബികളെ കൈകാര്യം ചെയ്യുന്നതും. അവിടെ വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും രക്തമെടുക്കാനായി ആ ഒരു ബ്ലഡ് ബാങ്കിന് അകത്തേക്ക് റിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവളെ അവിടെ
സോംബി ആക്രമിക്കാനായി നോക്കുമ്പോഴേക്കും ഇവിടെയുള്ള സോംബികളെ സിംഗ് നേരിടുന്ന ആ ഒരു സമയം കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യനാണ് ബുദ്ധിപരമായി ഇടപെട്ട് റിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ഒടുക്കം റിന്നും സിംഗും ഇവിടെ കൂട്ടിമുട്ടിയിരിക്കുന്നു, കൂടെ ആ കൊച്ചുപയ്യനും. അങ്ങനെ ഇവരിവിടെയുള്ള സമയത്താണ് വസുവിനെ വൈഫിനെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് സോൾജേഴ്സിന്റെ അങ്ങോട്ടുള്ള വരവ്. റിന്നിനെ കണ്ടപാടെ റിൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ തന്റെ വൈഫിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായി ഒരു ഡോക്ടറുടെ സേവനം തനിക്ക് ആവശ്യമാണെന്ന് പറയുന്ന വസു ആ സോൾജേഴ്സിനോട് ഈ ഡോക്ടറെ എന്റെ കൂടെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുമ്പോഴേക്കും അവർ റിന്നിന്റെ കൂടെ സിംഗിനെ കണ്ട് അവനൊരു സോംബിയാണെന്ന ധാരണയിൽ അവനെ വെടിവെക്കുന്നുണ്ട്. ആക്ച്വലി അവൻ സോംബി അല്ലെങ്കിലും അവനെ വെടിവെച്ച് റിന്നെ മാത്രം കൊണ്ടുപോകുക എന്നതായിരുന്നു സോൾജേഴ്സിന്റെ ലക്ഷ്യം. ഇത് കണ്ട് റിൻ ആകെ ഷോക്കാവുന്നുണ്ട്. അവൻ സോംബിയല്ല, അവൻ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് റിൻ സിംഗില്ലാതെ കൂടെ ചെല്ലാതിരിക്കാനായി പരമാവധി ശ്രമിക്കുന്നുണ്ട്. റിന്നെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സിംഗിന് അവളെ ഒറ്റയ്ക്ക് വിട്ട് കളയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അവൻ അവളെ കൊണ്ടുപോകാനായി ശ്രമിക്കുന്ന ആ സൈനികരുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഫൈറ്റ് കുറച്ചധികം നേരം നീണ്ടുപോവുകയും അതിന്റെ ഇടയിൽ സിലിണ്ടർ കൊണ്ട് തലയ്ക്ക് ഇടികൊണ്ട് സിംഗിന്റെ ബോധം പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോഴേക്കും അവനൊരു മുറിയിൽ റിന്നിന്റെയും ആ പയ്യന്റെയും കൂടെയാണുള്ളത്. അവന്റെ മുറിവിലൊക്കെ അവൾ മരുന്ന് വെച്ച് കൊടുക്കാണ്. അവൻ കണ്ണു തുറന്നത് കണ്ട് ആശ്വാസത്തോടെ അവൾ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും മുന്നേ സിംഗുമായി കുറെ നേരം ഫൈറ്റ് ചെയ്ത ഒരു സൈനികരുണ്ടല്ലോ, ആളിപ്പോ ഒരു സോംബിയായി മാറി ഇവരെ അറ്റാക്ക് ചെയ്യാനായി വരുന്നു. വേഗം തന്നെ ഒരു ഫ്ലെയർ കയ്യിൽ കിട്ടിയതുകൊണ്ട് അത് വെച്ച് ആ ഒരു സോംബിയെ തീ കൊളുത്തുകയാണ് അവിടെ സിംഗ് ചെയ്യുന്നത്. തുടർന്ന് അവിടെ തീ ആളി പടരുമ്പോഴേക്കും ഫയർ അലാം ഉള്ള ആ ഒരു ബിൽഡിംഗിൽ പെട്ടെന്ന് അത് പ്രവർത്തിക്കുകയും അങ്ങനെ വെള്ളം സീലിംഗിൽ നിന്ന് വന്ന് വീണ് തീ അണയുകയും ചെയ്യുന്നുണ്ട്. തീ അണയുന്നതിനോടൊപ്പം തന്നെ ഈ വെള്ളം അവിടെ കിടന്ന സോംബികളുടെ ദേഹത്തൊക്കെ ആവുമ്പോഴേക്കും അവർ പെട്ടെന്ന് ഓൾറെഡി വികൃതമായ രൂപങ്ങളിലാണ് ഉള്ളതെങ്കിലും ഒരു മീൻ കണക്ക് വികൃതമായി ഒന്നുകൂടെ മാറുന്നുണ്ട്. ഒരു മനുഷ്യൻ മീനെ കണക്ക് മാറുമ്പോൾ വളരെ വികൃതമായിട്ടുണ്ടാവില്ലേ, അതേ കണക്ക് തന്നെ വസു കൃത്രിമമായി ആ നാട്ടിലെ ആളുകളുടെ വിശപ്പകറ്റാനായി തയ്യാറാക്കിയ മത്സ്യം മാരകമായ ഒരു വൈറസ് ഉള്ളതായിരുന്നു. ആ ഒരു മത്സ്യം കഴിച്ച ആളുകൾക്കാണ് ഈ സോംബി വൈറസ് ബാധ ഉണ്ടായതും അവർ സോംബികളായി മാറിയതും. ഇപ്പോ വെള്ളം ശരീരത്തിൽ പെടുമ്പോഴും അതിന്റെ സൈഡ് എഫക്റ്റിലാണ് അവരുടെ ശരീരം ഇങ്ങനെ ആ ഒരു മത്സ്യത്തിന്റെ രീതിയിലേക്ക് മാറുന്നത്. എന്തായാലും അപ്പോഴേക്കും അവിടെ വസുവിന്റെ വൈഫിനെ നമുക്ക് കാണാം. ഇവിടെ നടന്ന ബഹളത്തിൽ അയാളുടെ വൈഫിനും കടിയേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരു സോംബിയായി മാറുകയും തുടർന്ന് മുന്നത്തെ കണക്ക് ആ ഒരു ഫയർ അലാമിന്റെ വെള്ളം ഓണായി അത് ഇവരുടെ ദേഹത്ത് വീണപ്പോൾ ഇവരും ഒരു മത്സ്യം കണക്ക് മാറിയിരുന്നു. ഇതൊക്കെ കണ്ട് ആളുകളുടെ വിശപ്പകറ്റാനായി കൃത്രിമ മാർഗത്തിലൂടെ മത്സ്യത്തെ ഉണ്ടാക്കിയ വസു ഒരിക്കലും ഇതുപോലൊരു മാരക സൈഡ് എഫക്ട് തന്റെ കണ്ടുപിടുത്തത്തിന് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. അയാളാകട്ടെ സ്വന്തം ഭാര്യ കൺമുന്നിൽ ഇങ്ങനെ പെടയുന്നത് കണ്ട് സഹിക്കാനാവാതെ അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ സോംബിയായി മാറി അവർ കടിക്കുമ്പോഴും എതിർക്കാതെ നിൽക്കുകയാണ്. ഇതേ സമയം മറ്റു ചില സോംബികളും കൂടി വസുവിനെ പൊതിയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി അയാളെ കടിച്ചു കീറി കൊല്ലുന്നു. അങ്ങനെ അപ്പോഴേക്കും ഇവരെ റെസ്ക്യൂ ചെയ്യാനായി റൂഫ് ടോപ്പിലെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന സിംഗ് അങ്ങോട്ടേക്കാണ് റിന്നും ആ കുട്ടിയുമായി ചെല്ലാനായി നോക്കുന്നത്. പക്ഷെ പോകുന്ന വഴിയിൽ ഒരുപാട് സോംബികൾ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോഴേക്കും നിങ്ങൾ മുന്നോട്ട് ഓടിപ്പോ, ഞാൻ ഇവരെ നോക്കാന്ന് പറഞ്ഞ് സിംഗ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ റൂഫ് ടോപ്പിലേക്ക് റിന്നും ആ പയ്യനും എത്തുമ്പോഴേക്കും അകത്ത് റെസ്ക്യൂ ചെയ്യാനായി എത്തിയ ആ ഒരു ടീമിന്റെ ഹെലികോപ്റ്റർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ 2 സൈനികരും ഉണ്ടായിരുന്നു. അവരാകട്ടെ ഇവർ പെട്ടെന്ന് വരുമ്പോൾ ഇവർ പ്രതീക്ഷിച്ച ആളുകളല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ സോംബിയാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം ശരി വാ പോകാന്ന് പറഞ്ഞ് എന്തായാലും അകത്തേക്ക് വിട്ട ടീം പുറത്ത് വരാറായിട്ടില്ല. അവർ ഇനി വരുമെന്നും പ്രതീക്ഷയില്ല. സമയമാകുമ്പോഴേക്കും ഈ ഒരു ബിൽഡിംഗും മൊത്തത്തിൽ തകർക്കുന്ന സ്ഫോടനം നടക്കും. അതിനു മുന്നേ രക്ഷയിടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഒരാളും കൂടി വരാനുണ്ട്, അയാൾ ഇൻഫെക്റ്റർ അല്ല, അയാളും കൂടി വന്നിട്ട് പോകുന്നു പറഞ്ഞ് സിംഗിന് വേണ്ടി റിൻ കാത്തു നിൽക്കുകയാണെങ്കിലും സിംഗ് എത്തുന്നതും ബോംബ് പൊട്ടാനായി ഇനി വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. സിംഗിന്റെ പിറകെ ഒരുപാട് സോംബികളും വരുന്നുണ്ട്. അവരിങ്ങോട്ടേക്ക് എത്താതിരിക്കാനായി കതക് അടച്ചു പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കാണ്. അവൻ മാറിയാൽ ആ സോംബികൾ മുന്നോട്ടെത്തും. പിന്നീട് റിന്നിന് പോലും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. അവൻ സമയമില്ലാന്ന് പറഞ്ഞ് റിന്നിനെയും ആ പയ്യനെയും ബലമായി ഹെലികോപ്റ്ററിൽ കയറ്റി പോകാൻ ശ്രമിക്കുന്ന ആ സൈനികരെ തടയാതെ ആ കതക് സോംബികൾ അകത്തേക്ക് വരാതെ തടഞ്ഞു പിടിച്ച് അങ്ങനെ നിൽക്കാണ്. റിൻ ഒരുപാട് സിംഗിനെ വിളിച്ചെങ്കിലും അവൻ ചെന്നതേയില്ല. ഞാനില്ലെങ്കിലും നീ സേഫായി ജീവിക്കണം എന്ന രീതിക്ക് അവളെ ഒന്ന് നോക്കുക മാത്രമേ അവൻ ചെയ്തുള്ളൂ. അങ്ങനെ ആ ഹെലികോപ്റ്റർ പറന്നുയരുന്നതും എന്തായാലും താൻ മരിക്കും, അതിനു മുന്നേ കുറച്ച് സോംബികളെ കൊല്ലാമെന്ന രീതിക്ക് സോംബികളുമായി ഫൈറ്റ് ചെയ്യുന്ന സിംഗിനെയും നമുക്ക് കാണാം. പിന്നീട് സെറ്റ് ചെയ്ത കണക്ക് തന്നെ അവിടെ ആ ഒരു സ്ഫോടനം നടന്ന ബിൽഡിംഗ് തകരുന്ന കാഴ്ച ഹെലികോപ്റ്ററിൽ ഇരുന്ന് വളരെ സങ്കടത്തോടെ കണ്ടു നിൽക്കുന്ന റിന്നിനെയാണ് നമ്മൾ കാണുന്നത്. അവളെ സംരക്ഷിക്കാനായി ആ ബിൽഡിംഗിലേക്ക് എത്തിയ സിംഗ് അങ്ങനെ അവൾക്ക് വേണ്ടി അവന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അതോടുകൂടി ഈ ഒരു കുഞ്ഞു സോംബി കഥയും ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.